പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വേറെ ചെറുതേനീച്ച കൂട്ടിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത കൂടാണ്. അപ്പോൾ പലർക്കും പല അഭിപ്രായം ഉണ്ടായിരുന്നു, ഇത് സക്സസ് ആവത്തില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് നോക്കുക, ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിലായപ്പോഴേക്കും കൂട് നല്ല ആക്റ്റീവായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഈച്ചകളുണ്ട്. നമ്മൾ പഴയ കൂട്ടിൽ നിന്ന്, ഇത് സ്പ്ലിറ്റ് ചെയ്ത കൂട്ടിൽ നിന്ന് മുട്ടകളൊക്കെ എടുത്ത് വെച്ച് വിരിഞ്ഞ് ആവശ്യത്തിന് ഈച്ചകളായിട്ടുണ്ട്. അന്ന് നമ്മൾ റാണീനെ പിടിച്ച് വയ്ക്കുകയോ റാണീനെ കണ്ടു തിരഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. താരതമ്യേന കുറച്ച് ഈച്ച കുറവുള്ള കൂട്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. കൂട് നല്ല ആക്റ്റീവായിട്ടുണ്ട്. രാവിലെ വെയിലടിക്കത്തക്ക രീതിയിലാണ് ഈ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. തീരെ പ്രകാശം അടിക്കാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കാതിരിക്കുക. രാവിലെ തന്നെ വെളിച്ചം വരത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണിക്കുന്നുണ്ട്, റാണിയുണ്ട്, റാണി മുട്ടയിടും. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ചെറുതേനീച്ച കൃഷി ചെയ്യുന്ന ഒരാളെ ശ്രദ്ധിക്കുക, റാണീനെ പിടിച്ച് നമ്മൾ വേറൊരു കൂട്ടിൽ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വെച്ച് കൃഷി ചെയ്യുന്ന വീഡിയോകളൊന്നും എവിടെയും യൂട്യൂബിൽ കാണുന്നില്ല, ആരും അങ്ങനെ ചെയ്യത്തുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു കൂടുണ്ടെങ്കിൽ അത് ഈ വർഷം സ്പ്ലിറ്റ് ചെയ്ത് 2 എണ്ണം ആക്കുക. നമുക്ക് ഫെയിലാകാതെ തന്നെ നമ്മൾക്ക് അടുത്ത വർഷം വേറൊരു കൂടും കൂടി കിട്ടുന്നതായിരിക്കും. ഈ ഒരു കാണുന്ന കൂട്ടിൽ നിന്നായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ വേനൽക്കാലത്ത് മാർച്ച് മാസം ആ സമയത്ത് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ള ആ കൂട് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പോയത്. അത് മുളയുടെ കമ്പിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ കൂട്ടിൽ നോക്കുക, ആവശ്യത്തിന് ആൾക്കാരുണ്ട്. രാവിലെ ഈച്ചകൾ പോയി വരുന്നുണ്ടോ, നമ്മൾ കുറച്ചങ്ങ് മാറി എന്നാൽ മതി. ഒരുപാട് ഈച്ചകൾ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോഴും നമ്മൾക്ക് ഈ കൊല്ലം 2 കൂടായി. ഈ 2 കൂട്ടിൽ നിന്ന് തേനെടുക്കാം. വേണമെങ്കിൽ ഈ കൂട് ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, ഒരുപാട് ഈച്ചകൾ ഉള്ള കൂടായിരിക്കണം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം ചെറുതേനീച്ചയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ അധികമായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുകയൊന്നും വേണ്ട. റാണിയുണ്ട്, റാണീനെ പിടിക്കണം, നിങ്ങൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് പഠനമൊന്നും നടത്തണ്ട. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനങ്ങ് പിടിച്ച്, ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അങ്ങ് ചെയ്താൽ മതി. ഇവിടെ റാണിയുണ്ട്, റാണി ചത്തു പോകും, അല്ലെ റാണീനെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ സംഭവം ശരിയാകത്തില്ല. വീഡിയോ ഒന്നും കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ സംഭവം അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പോയാൽ അങ്ങ് പോട്ടെന്നേ, അങ്ങനെ വിചാരിച്ച്. അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കുറേ പഠനമൊക്കെ നടത്തി വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ഈ ഈച്ചയുടെ വഴിക്കും പോകും, ലാസ്റ്റ് കൂടുമില്ലാതിരിക്കും. ഇപ്പോൾ നോക്കുക, നമ്മൾ ധൈര്യമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇതിനകത്തുനിന്ന് അടുത്ത കൂട് സ്പ്ലിറ്റ് ആക്കിയത്. ചില കമൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് പരാജയപ്പെടും, അല്ലെങ്കിൽ ശരിയാവത്തില്ല, റാണി മുട്ട കിട്ടില്ല, എല്ലാം ചത്തുപോകും. ധൈര്യമായിട്ടങ്ങ് ചെയ്തോളുക വേണ്ടവർ. അല്ലാത്തവർ ഈ വീഡിയോ കണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നോളും. അപ്പോൾ നോക്കുക, ഇതിൻ്റെ വാതിൽ കണ്ടോ, ഇതിൻ്റെ വാതിൽ നല്ല പോപ്പുലേഷൻ നല്ല ആക്റ്റീവായിട്ടുള്ള വാതിൽ കുറച്ച് മുമ്പോട്ട് നീണ്ടിരിക്കും. ഇതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ അത് പണിത് നീളം വെച്ചുകൊണ്ടേ വരും. അത് ഇതും രാവിലെ വെയിലടിക്കത്തക്ക രീതിയിൽ കിഴക്ക് ഭാഗത്തോട്ടാണ് വെച്ചിരിക്കുന്നത്. തീരെ ഇരുട്ടുള്ള സ്ഥലത്തോട്ട് കൊണ്ട് വയ്ക്കരുത്. കണ്ടോ, ഒരുപാട് ആൾക്കാർ പണിക്ക് പോയിട്ട് വരുന്നുണ്ട്. ഇതിവിടുന്ന് മാറ്റി കെട്ടണം. ഞാനിതൊരു നമ്മളൊരു പഴയൊരു കോഴിക്കൂടയിലാണ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പഴയ വീഡിയോകളൊക്കെ കാണുക, സംഭവങ്ങളൊക്കെ ചെയ്യുക. അവരവരുടെ ആവശ്യത്തിനുള്ള തേനെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾക്ക് 2-3 കൂടൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു കുപ്പിക്ക് തേനൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും.